ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. ഇത് ഇപ്പോഴെടുത്ത സീഡ്ലിങ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് ആയി പ്രാവശ്യം വന്നത്. ആദ്യം ആ നെറ്റ് പോട്ട് താഴേന്ന് മാറ്റിയിട്ട് ഒരു 4 ഇഞ്ച് പോട്ടിൽ നല്ല ടൈറ്റായിട്ട് കരി മാത്രം വെച്ചാൽ ഞാൻ നടുന്നത്. കരി വെച്ച് നല്ല പോലെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലും ഓവറായിട്ട് കുത്തി നിറയ്ക്കാനും പാടില്ല. നല്ല എയർ സ്പേസ് ഇട്ട് തന്നെ നട്ട് കൊടുക്കണം. കണ്ടോ, അത് നല്ല ടൈറ്റ് ഒന്ന് പിടിച്ച് കുലുക്കി നോക്കണം. അന്നേരം അറിയാം നമുക്കത് ടൈറ്റ് ആയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതോടെ അത് നട്ട് കഴിഞ്ഞു. ഇനി അതവിടെ വെച്ചാൽ മതി, അത് ഗ്രോ ചെയ്തോളും. ഞാൻ ഈ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കിയ കരിയാണ്. ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിയാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് ഈ കൂട്ടത്തിൽ വന്ന തന്നെ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ നട്ടതാണ്. അതിൻ്റെ ഗ്രോത്ത് കണ്ടോ, ആ റൂട്ട് കാണുമ്പോൾ അറിയാം അതിൻ്റെ ഹെൽത്തി ഗ്രോത്ത്. കണ്ടോ, ഇത് ആ കൂട്ടത്തിൽ നട്ടത് തന്നെ വേറൊരു പ്ലാന്റ്. എല്ലാം ടാഗ് ചെയ്ത പ്ലാന്റ്സ് ആണ്. വേണ്ട, ഇതൊരു 2 മാസം കൊണ്ട് ഇത് ഫ്ലവർ വരും. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുവാണത്. ഇത് ആ കൂട്ടത്തിൽ വന്ന തന്നെ നേരത്തെ വന്ന പ്ലാന്റുകളിൽ ഒന്നാണിത്. ഇതൊക്കെ ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞു. ആ റൂട്ടാണ് അതിൻ്റെ ഹെൽത്ത് നമുക്ക് കാണിച്ചു തരുന്നത്.